എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. മുതിര വെച്ചാണ് ഞാൻ ഇന്നിവിടെ ലഡു ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റോടു കൂടി കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ലഡു എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ 2 കപ്പിലായിട്ട് മുതിര എടുത്തിട്ടുണ്ട്. ഒന്ന് 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്, ഇത് 80 ml കപ്പിൽ. ഇങ്ങനെ 2 കപ്പിലായിട്ടാണ് മുതിര എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മുതിര എടുക്കുന്ന സമയത്ത് മുതിരയിൽ അഴുക്കുണ്ട്, കല്ലുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് അതിലെ കല്ലുകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് മാത്രം മുതിര ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കഴിഞ്ഞിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മുതിര ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഇവിടുത്തെ കിട്ടുന്ന മുതിരയൊന്നും കഴുകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിൽ കല്ല് ഒക്കെ ഉള്ളതൊക്കെ പറക്കിയെടുത്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചെറുപയറൊക്കെ അലവാക്കി എടുക്കത്തില്ലേ, അപ്പോൾ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണേ അതുപോലെ തന്നെ മുതിര നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ലതായിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണം. അതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതങ്ങ് മാറ്റാം. ഇത് ഫ്രൈ പാനിൽ ഇരുന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അതേ ഫ്രൈ പാനിൽ തന്നെ ഞാൻ 80 ml കപ്പിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഈ കപ്പലണ്ടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഈ സമയമെല്ലാം മേടിച്ച് തന്നെ ഇട്ട് കൊടുക്കണം, അതല്ലാതെ അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. കപ്പലിൻ്റെയൊക്കെ നല്ലതായിട്ട് ഇപ്പോൾ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായി വന്നാൽ മതി. ഈ കളറായി വരുമ്പോഴത്തേക്ക് ഇതൊരു പാത്രത്തിലോട്ട് നമുക്കങ്ങ് മാറ്റാം. 80 ml കപ്പിൽ തന്നെ ഞാൻ ആൽമണ്ട് എടുത്തിട്ടുണ്ട്, ബദാമില്ലേ, അതും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം, അത്രമാത്രം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരണം, അത്രമാത്രം മതി. അത് നമുക്കൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റാം. കപ്പലിൻ്റെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ വൃത്തിയാക്കി കൊണ്ടുവരിക കേട്ടോ. ഇവിടെ മധുരത്തിന് വേണ്ടി ഞാനിവിടെ 1.5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ലഡു എന്ന് പറഞ്ഞാൽ അധികം ഓവർ മധുരമില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ആവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 അച്ച് ശർക്കര എടുക്കുക, ഇത് പൊടിച്ചെടുക്കുക, ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് പാനിയാക്കി എടുക്കണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു നൂൽ പരുവ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം. ആ സമയം കൊണ്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മുതിര ഉണ്ടല്ലോ, ഇത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിനെ പൊടിച്ചെടുത്തുകൊണ്ട് വന്ന് ദാണ്ട് ഈ രീതിയിലാണ് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതിലോട്ടാണ് വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, ആ കപ്പലണ്ടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ ബദാമും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ഒത്തിരി പൗഡർ പോലെ അത് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കപ്പലണ്ടിയും ബദാമും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒന്ന് കറക്കി ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്നിച്ചിട്ടാണ് പൊടിച്ചത്, നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ശർക്കരയൊക്കെ നല്ലതായിട്ട് തിളച്ച് ഉരുകി വന്നിട്ടുണ്ട്, അല്ലെ കട്ടകളൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായാൽ മാത്രം മതി. ഇവിടെ ഞാൻ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഈ ശർക്കര പാനി അങ്ങ് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കരപ്പാനി നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ഈ ലഡു കുറച്ച് ദിവസം വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കുക. അതല്ല എങ്കിൽ ഈ തേങ്ങ സെപ്പറേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ തേങ്ങയിലെ വെള്ളമയൊക്കെ വലിഞ്ഞ് വന്ന് ഒന്ന് കളറൊക്കെ മാറി വരുന്ന ആ ഒരു പരുവാകുമ്പോൾ മാത്രം ശർക്കരപ്പാനി ഇതുപോലെ ഒഴിച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ശർക്കരപ്പാനി കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും അതുപോലെ ഞാനൊരു 1/4 ടീസ്പൂണ് നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം നല്ല ജീരകം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ട് നല്ലതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന മുതിരയുണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കര പാനിയൊക്കെ ഇതിലോട്ട് ഈ കൂട്ടിലോട്ട് നല്ലതായിട്ട് യോജിച്ച് കിട്ടണം. തീ അങ്ങ് ഫുൾ കുറച്ച് വെക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യും ബട്ടറൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം തീ ഫുൾ കുറച്ച് വെച്ചിരിക്കുകയാണല്ലോ, ചെറിയ ചൂടും ഉണ്ടല്ലോ, ഈ ചൂടിൽ ബട്ടർ അങ്ങ് ഉരുകി വന്നോളും. എന്നിട്ട് നല്ലതായിട്ട് ബട്ടർ ഉരുകുന്ന വരെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ കൂട്ടൊക്കെ നല്ലതായിട്ട് മിക്സായി അതിൻ്റെ ബട്ടറൊക്കെ നല്ലതായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായാൽ മതി. ഒരു വേറെ പാത്രത്തിലോട്ടിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിരുന്നു. പകുതി മുക്കാലും തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ. നമുക്കിനി ഉരുളകളാക്കി ഉരുട്ടി അങ്ങ് എടുക്കാം. ഇപ്പോൾ കണ്ട ബദാമൊക്കെ അതുപോലെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുപോലെയൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്ത് കിടക്കുന്ന കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ക്രഷ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് മുറുക്കി ഇത് പിടിച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഉരുളകളാക്കി നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് നമുക്കിത് ആക്കിയെടുക്കാനും പറ്റും. എന്നിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് ഷേപ്പ് ചെയ്യുക. ലഡുവിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പം കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ശക്കലം കൂടെ മധുരം വേണം. നമുക്കൊക്കെ മധുരം ഓക്കെയാണ്, ഇത്രയും മധുരം മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 അച്ച് ശർക്കര എടുത്ത് കഴിഞ്ഞിട്ട് ഈ 1/4 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. അപ്പം അതിൽ ഒത്തിരി ലൂസായി പോകത്തില്ലേ. എന്നിട്ട് നിങ്ങൾ അത് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. കുഞ്ഞുങ്ങളാണെങ്കിലും ഈ മുതിരയൊക്കെ അങ്ങനെ കഴിക്കില്ലല്ലോ. അപ്പോൾ അതുപോലെ കപ്പലിൻ്റെ ആയാലും ബദാമൊക്കെ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സംഭവമല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഞാൻ ഇത് നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അധിക ദിവസം വെക്കുവാണെങ്കിൽ തേങ്ങ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ അധിക ദിവസം അത് വെച്ചേക്കണ്ട, 2 ദിവസമൊക്കെ പുറത്ത് വെക്കുക. അതല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.